Then optic fiber next topic ആണ് ലാസ്റ്റ് പാർട്ടാണ് fiber optic sensors. So optic fiber sensors are used to sense or measure pressure, force, temperature, then water level, then displacement, etc. by detecting the variation of light through fiber with respect to external parameter. സോ ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ഒന്നുകിൽ സെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസാണ്. പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഫോഴ്സ് മെഷർ ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, എക്സെട്ര. അത് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബൈ ഡിറ്റക്ടിങ് ദ വേരിയേഷൻ ഓഫ് ലൈറ്റ് ത്രൂ ഫൈബർ വിത്ത് റെസ്പെക്ട് ടു എക്സ്റ്റേണൽ പാരാമീറ്റർ. സോ ഒപ്റ്റിക് ഫൈബേഴ്സ് സെൻസർ ആസ് യൂസ്ഡ് ടു സെൻസ് or measure pressure, force, temperature, etc. by detecting the variation of light through fiber with respect to external parameters. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ ആൻഡ് ഫേസ് മോഡുലേറ്റഡ് സെൻസർ. ഈ രണ്ട് ടോപ്പിക് ഇതൊരു പ്രാവശ്യം ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെയിം എനി ടു fiber optic sensors. So intensity modulated sensor and phase modulated sensor. So first one, intensity modulated sensor. So intensity modulated sensor ആണെങ്കിലും phase modulated sensor ആണെങ്കിലും അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ കൺസെപ്റ്റ് ആ നെയിമിൽ തന്നെയുണ്ട്. സോ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ എന്ന് പറഞ്ഞാൽ ഹിയർ എ ചേഞ്ച് ഇൻ ഫിസിക്കൽ പാരാമീറ്റർ പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ദി ഫൈബർ. This change in intensity can be measured and calibrated to measure physical parameter. So external parameter, force, pressure, temperature, etc. എന്നിവയുടെ വേരിയേഷൻ കാരണം ഒപ്റ്റിക് ഫൈബറിലൂടെയുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യുകയാണെങ്കിൽ ആ ഇൻറ്റൻസിറ്റി വേരിയേഷൻ മെഷർ ചെയ്ത് കറസ്പോണ്ടിങ് ഫിസിക്കൽ പാരാമീറ്റർ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഇതിന് പറയുന്ന പേരാണ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ. ഓക്കെ, സോ ഇവിടെ എക്സ്റ്റേണൽ പാരാമീറ്റർ വേരി ചെയ്യുമ്പോൾ ഒപ്റ്റിക് ഫൈബറിലൂടെയുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് വേരി ചെയ്യുന്നത്. ആ വേരിയേഷൻ നമുക്ക് മെഷർ ചെയ്യുക വഴി കറസ്പോണ്ടിങ് എക്സ്റ്റേണൽ പാരാമീറ്റർ മെഷർ ചെയ്യാം. സോ ഹിയർ എ ചേഞ്ച് ഇൻ ഫിസിക്കൽ പാരാമീറ്റർ പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ദി ഫൈബർ. This change in intensity can be measured and calibrated to measure physical parameter. സോ എക്സാമ്പിളാണ്, നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ മതി. ഫോഴ്സ് ഓർ പ്രഷർ സെൻസർ. സോ ഫിഗർ വരയ്ക്കാൻ പഠിക്കാം. ലേസർ സോഴ്സ്, അത് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഒപ്റ്റിക് ഫൈബർ, ദെൻ ഒരു സ്പ്ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ രണ്ട് ഫൈബർ പിടിച്ച് നമ്മൾ ഫൈബറിനെ രണ്ടായിട്ട് മാറ്റുന്നു. ഒന്ന് റഫറൻസ് ഒപ്റ്റിക് ഫൈബറും റഫറൻസ് ഒപ്റ്റിക് ഫൈബർ കേബിൾ OFC, ദെൻ അനദർ ഒപ്റ്റിക് ഫൈബർ കേബിൾ. ദെൻ ഈ ഒപ്റ്റിക് ഫൈബർ കേബിൾ വെച്ചിട്ടുള്ളത് ഒരു രണ്ട് ബ്ലോക്കുകൾക്കിടയിലാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ദെൻ ഈ രണ്ട് ഒപ്റ്റിക് ഫൈബറിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു കമ്പറേറ്ററിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റൻസിറ്റിയെ കമ്പയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഫിഗർ ലേസർ സോഴ്സ് ഒപ്റ്റിക് ഫൈബർ ഇവിടെ വെച്ച് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് റഫറൻസ് ഒപ്റ്റിക് ഫൈബറും ദെൻ ഒന്ന് നമുക്ക് വേരിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒപ്റ്റിക് ഫൈബർ. ദെൻ ഈ രണ്ട് ഒപ്റ്റിക് ഫൈബറിൻ്റെ ഔട്ട്പുട്ട് കണക്റ്റഡ് ടു എ കമ്പറേറ്റർ യൂസർ ഫോർ കമ്പാരിസൺ. സോ ഈ ലേസർ സോഴ്സ് എന്ത് ചെയ്യും, ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ലൈറ്റ് ഒന്ന് റഫറൻസ് OFCയിലൂടെ ഡയറക്റ്റായിട്ട് കമ്പറേറ്ററിലെത്തും. അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യും. സെക്കൻഡ് ഒപ്റ്റിക് ഫൈബർ നമ്മളൊരു ബ്ലോക്കുകൾക്കിടയിലൂടെയാണ് കടത്തി വിട്ടിട്ടുള്ളത്. ഈ ബ്ലോക്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ദിസ് ബ്ലോക്ക് പ്രൊഡ്യൂസിങ് മൈക്രോ ബെൻഡിങ്സ്. നമ്മൾ പ്രഷർ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിക് ഫൈബറിന് എന്ത് ചെയ്യും, സ്മോൾ ബെൻഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ സ്മോൾ ബെൻഡിങ്സ് ഫോർ OFC. ഇങ്ങനെ സ്മോൾ ബെൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, വേരി ചെയ്യും. ഓക്കെ, ലൈറ്റിന് ലോസ് ഉണ്ടാകും. ബെൻഡിങ് ആകുമ്പോൾ ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ മാറും. അങ്ങനെ ആകുമ്പോൾ ലൈറ്റ് ലോസ് സംഭവിക്കും. സോ അങ്ങനെ ലൈറ്റിന് ലോസ് സംഭവിച്ചാൽ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ OFCയിൽ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, കമ്പറേറ്റർ മെഷർ ചെയ്യും. ഇൻറ്റൻസിറ്റിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കമ്പറേറ്റർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിങ് ഫോഴ്സ് മെഷർ ചെയ്യാം. ഓക്കെ, സോ റഫറൻസ് OFC ഡയറക്റ്റായിട്ട് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. കമ്പറേറ്റർ അതിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യും. ഈ OFCൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഈ ബ്ലോക്കിൽ നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ആണെങ്കിൽ അത്
ആ ഒപ്റ്റിക് ഫൈബർ കേബിളിന് സ്മോൾ ബെൻഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതുവഴി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യും. എത്ര എമൗണ്ട് ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പറേറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാം, കറസ്പോണ്ടിങ് ഫോഴ്സോ അല്ലെങ്കിൽ പ്രഷറോ മെഷർ ചെയ്യും. സോ എക്സാമ്പിൾ ഫോഴ്സ് ഓർ പ്രഷർ സെൻസർ. നെക്സ്റ്റ് ഫേസ് മോഡുലേറ്റഡ് സെൻസർ. ഫേസ് മോഡുലേറ്റഡ് സെൻസർ. അപ്പോൾ നേരത്തെ ഇൻറ്റൻസിറ്റിയാണ് എക്സ്റ്റേണൽ പാരാമീറ്ററിനനുസരിച്ച് വേരി ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ദ ഫേസ് ഓഫ് ലൈറ്റ് ത്രൂ ഒപ്റ്റിക് ഫൈബർ ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ പാരാമീറ്റർ. സോ നിങ്ങൾ ഈ രണ്ട് നെയിമിൽ നിന്ന് അതിൻ്റെ ഡെഫിനേഷൻ എഴുതാൻ പഠിക്കുക. ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ഒപ്റ്റിക് ഫൈബർ ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ പാരാമീറ്റർ വിച്ച് ക്യാൻ ബി മെഷർഡ്. ഇവിടെ intensity of phase through optic fiber is varied according to external parameter which can be measured. So here a change in physical parameter produces a change in phase of light through the fiber which can be measured and used to find physical parameter. A change in physical parameter produces a change in phase of light through the fiber which can be measured and used to find physical parameter. Example temperature sensor. Okay, ഫിഗർ നമ്മൾ നേരത്തെ സെയിം ഫിഗർ തന്നെയാണ്. ഇവിടെ ബ്ലോക്കിന് പകരം നമ്മളൊരു ഹീറ്റിംഗ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ലൈറ്റ് സോഴ്സ് ഒപ്റ്റിക് ഫൈബർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് റെഫറൻസ് ഒപ്റ്റിക് ഫൈബറും ദെൻ അനദർ ഒപ്റ്റിക് ഫൈബർ യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ്. രണ്ടിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ കമ്പറേറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഒപ്റ്റിക് ഫൈബറിനെ ചൂടാക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഒപ്റ്റിക് ഫൈബർ ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം ഗ്ലാസ്. ഗ്ലാസ്സിനെ ചൂടാക്കിയാൽ അതിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്താൽ ഈ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ പാത്ത് ലെങ്ത്ത് എന്ത് ചെയ്യും, ഡിഫറൻസ്. പാത്ത് ലെങ്ത്ത് മാറുമ്പോൾ ഫേസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, അത് ഫേസ് ചേഞ്ച് ചെയ്താൽ കറസ്പോണ്ടിങ് ഫേസ് ചേഞ്ച് എന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്യാം ബൈ യൂസിങ് ദിസ് കമ്പറേറ്റർ. വൺസ് അഗൈൻ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒപ്റ്റിക് ഫൈബറിനെ ചൂടാക്കുകയാണെങ്കിൽ ഒപ്റ്റിക് ഫൈബറിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. കാരണം ഗ്ലാസ്സാണ്, ഗ്ലാസ്സിനെ ചൂടാക്കിയതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ലെങ്ത്ത് ഇൻക്രീസ് ചെയ്താൽ അതിലൂടെ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് റേയുടെ പാത്തിൽ വ്യത്യാസം സംഭവിക്കും. പാത്ത് ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം, പാത്ത് ചേഞ്ച് ചെയ്താൽ കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാവും, ഫേസ് ഡിഫറൻസും ഉണ്ടാവും. ആ ഫേസ് ഡിഫറൻസ് എന്ത് ചെയ്യാം, കമ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. കറസ്പോണ്ടിങ് ഫിസിക്കൽ പാരാമീറ്ററെ നമുക്ക് measure ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ എ ചേഞ്ച് ഇൻ ഫിസിക്കൽ പാരാമീറ്റർ പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഫേസ് ഓഫ് ലൈറ്റ് ത്രൂ ഫൈബർ വിച്ച് ക്യാൻ ബി മെഷർഡ്. ഇൻറ്റൻസിറ്റി മോഡുലേറ്റർ സെൻസർ ആണെങ്കിൽ എ ചേഞ്ച് ഇൻ ഫിസിക്കൽ പാരാമീറ്റർ പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, സോ രണ്ടും നെയിം വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് ഫിഗറും നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഒപ്റ്റിക് ഫൈബർ സെൻസേഴ്സ്. നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക് ഫൈബർ.